പോപ്പുലർ കൾച്ചർ മരിച്ചു. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതായത് എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ജനറിക് ബ്രെയിൻ റോട്ട് കണ്ടന്റ് ആണ്. അത് മാസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് മിസ്റ്റർ ബീസ്റ്റ്. മിസ്റ്റർ ബീസ്റ്റ് ആണോ ബ്രെയിൻ റോട്ടാണോ ആദ്യം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നത്, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് ഇവോൾവ് ചെയ്തു വന്നു എന്ന് വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഗ്ലോബൽ ഐക്കൺസ് ഇല്ലേ? ഇപ്പോൾ സ്പോർട്സിൽ നിന്ന് എന്തായാലും ഉണ്ട്, മെസ്സിയും ക്രിസ്ത്യാനോയൊക്കെ ഉണ്ട്, ചെസ്സിൽ നിന്നുണ്ട് കാൾസൺ, അതുപോലെ സിനിമയിൽ നിന്ന് ക്രിസ്റ്റഫർ നോളനും ഡിക്കാപ്രിയോ, അങ്ങനെ ഗ്ലോബൽ ഐക്കൺസ് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ മിസ്റ്റർ ബീസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വ്യക്തിനെ, ഒരു ചാനലിനെ അല്ല, ആ ഐഡിയനെയാണ്. എത്രയും പെട്ടെന്ന് ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യുക, ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ടൈറ്റിൽ കൊടുക്കുക, റിട്ടൻഷൻ ഡ്രോപ്പ് ചെയ്യാത്ത രീതിയിൽ അറ്റൻഷൻ പിടിച്ചു നിർത്തുക, ആ ഒരു സ്റ്റൈലിനെയാണ് ഞാൻ മിസ്റ്റർ ബീസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ജനറിക് ആയിട്ടുള്ള എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്ന ബ്രെയിൻ റോഡ് കണ്ടന്റ്. ഇതാണോ ലാസ്റ്റ് പീക്ക് ഓഫ് മോണോ കൾച്ചർ, ലാസ്റ്റ് പീക്ക് ഓഫ് പോപ്പ് കൾച്ചർ? ഈ സാധനം മടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നീഷ് കൾച്ചറിലേക്ക് പോവോ? പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന സാധനം ഇല്ലാതാവോ? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാലത്തും ഈ മോണോ കൾച്ചർ ഉണ്ടായിരുന്നില്ല. ഈ ടെലിവിഷനും സിനിമയൊക്കെ വ്യാപകം